സർപ്പത്തിൽ നിന്ന് പഠിക്കാനായിട്ട് യേശു പറയുന്നുണ്ട്. എൻ്റെ വിവേകം എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, പ്രൂഡൻസ്. പൊതുവെ അത്ര മമത, സൗഹൃദം അവൻ്റെ ദേശക്കാരോ വംശക്കാരോ ആ സാധുജീവിയോട് പുലർത്തിയിട്ടില്ല. ഏതെന്ന് പറയുന്ന ശുദ്ധ നിർമ്മലത്തിലേക്ക് നുഴഞ്ഞു എന്ന ഇൻട്രൂഡർ നിലയിലാണ് അതിനെ അവർ പരിഗണിച്ചുകൊണ്ടിരുന്നത്. സർവ സൃഷ്ടികളോടും സുവിശേഷം പറയുകയായിരുന്നു അവൻ്റെ ധർമ്മം. സർപ്പത്തിന് മീതെ വീണ ആ പുരാതന കഥയുടെ നിഴൽ എടുത്തു കളയുകയാണ് യേശു ഈ ഒരൊറ്റ മൊഴിയിലൂടെ. ബി പ്രൂഡൻ ലൈക്ക് സർപ്പൻ. എന്താണ് ഈ സർപ്പത്തിൻ്റെ വിവേകം? വളരെ വേഗത്തിലത് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഒന്ന്, അത് പുലർത്തുന്നൊരു ജാഗ്രത. സർപ്പം ഉറങ്ങാത്ത ജീവിയായിട്ട് പരിഗണിക്കപ്പെടുന്നു. അത് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും മനുഷ്യ പുലർത്തേണ്ട സദാ ഉള്ള ഉണർവിൻ്റെ പ്രതീകമായിട്ടാണ് പലപ്പോഴും സർപ്പത്തെ നമ്മൾ കരുതുന്നത്. രണ്ട്, അതിൻ്റെ പിൻവാങ്ങാനുള്ള ധൈര്യം. അപകട മേഖലകളിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് മനസ്സ് പറയുമ്പോൾ ഇനി മുന്നോട്ടില്ല. സർപ്പത്തിന് ചെവി കേട്ടുകൂടെ നമുക്കറിയാം. അതിൻ്റെ മുഴുവൻ ശരീരം കൊണ്ടാണ് പലതിൻ്റെയും സാന്നിധ്യം തിരിച്ചറിയുന്നത്. വൽവരമ്പുകളുടെ സർപ്പം അതിലെ പ്രവേശിക്കാൻ പോകുന്ന ഒരാളെ ആക്രമിച്ചിട്ട് മടങ്ങിപ്പോകാമെന്നല്ല വിചാരിക്കുക. അതതിൻ്റെ സ്ട്രാറ്റജിയല്ല. കാരണം അതിനറിയാം രണ്ടു കൂട്ടർക്കും അപായത്തിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് അതിങ്ങനെ പിൻവാങ്ങാനായിട്ട് ധൈര്യപ്പെടുകയാണ്. മുന്നോട്ട് പോയി ആത്മഹത്യാപരമായ നീക്കങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ ധൈര്യം ആവശ്യമുണ്ട് പലതിനകത്തും ഇങ്ങനെ പുറകോട്ട് വരാനായിട്ട്. എനിക്കോ അവർക്കോ ഗുണകരമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള ആ ധൈര്യമാണ് രണ്ടാമത്തെ വിവേകം. മൂന്നാമതായിട്ട് മതപീഡനത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് മാത്യു ഈ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും സർപ്പത്തിൻ്റെ വിവേകം? സർപ്പത്തെ നമ്മൾ കൊല്ലാൻ ശ്രമിക്കുക. അതിനിടയിൽ സർപ്പം ശ്രദ്ധിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അതിന് തലക്കടി കൊള്ളാതെ ഇങ്ങനെ ശ്രദ്ധിക്കുക. കാരണം അതിനറിയാം തലക്കടി കൊണ്ട് കഴിഞ്ഞെന്നാൽ പിന്നെ ഒരു കഥയുമില്ല. തലക്കടി കൊണ്ടില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ പാടുന്ന പാട്ട് കണക്ക് വൺ ഡേ വി ഷാൽ ഓവർകം. ശിരസിന് അടികൊള്ളാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെ പ്രധാനം. എന്താണ് ഈ ശിരസ്? വിശ്വാസമാണ് ഈ ശിരസ്. എന്തെങ്കിലും ഒന്നിൽ നിങ്ങൾ പുലർത്തുന്ന വിശ്വാസം, അതിന് ആഘാതമേക്കാത്തിടത്തോളം കാലം എന്തൊക്കെ ദുരനുഭവങ്ങളുടെ ജീവിതം കടന്നു പോയിക്കൊള്ളട്ടെ, എന്തൊക്കെ ബന്ധങ്ങളുടെ കപ്പൽ ഛേദങ്ങളിൽ ജീവിതം പെട്ടുപോയിക്കൊള്ളട്ടെ, എന്തുമാത്രം വ്യക്തിപരമായ ട്രോമയോ തകർച്ചകൾ നിങ്ങൾ കടന്നു പോയിക്കൊള്ളട്ടെ, വൺ ഡേ വി ഷാൽ ഓവർകം.